നമസ്തേ ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വസന്ത പാഠപുസ്തകത്തിലെ 8ാം ക്ലാസ്സിലെ ലാഖ് കി ചൂടിയാം എന്ന പാഠഭാഗത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ്. 2 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2ാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ നിർത്തിയത് ബദലു കാക്കയെ വീണ്ടും 8-10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലേഖകൻ കാണാൻ വരുന്നതായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. വീണ്ടും പരിചയപ്പെടുത്തുമ്പോൾ മനസ്സിലാകുന്ന രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിർത്തിയത്. ബാക്കി പാഠഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങാം. പേജ് നമ്പർ 9 ആണ്. कुछ देर फिर शांति रही. मैंने इधर उधर दृष्टि दौड़ाई, न तो मुझे उसकी मजिया ही नजर आई, न ही फटी. कुछ देर फिर शांति रही. കുറേ നേരം കൂടി സൈലൻ്റ് ആയിരുന്നു. ശാന്തി മീൻസ് ശാന്തത, സൈലൻറ്റ്. मैंने इधर उधर दृष्टि दौड़ाई. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നോക്കി. ദൃഷ്ടി ദൗഡായി, നോട്ടമയക്കുക, ദാറ്റ് മീൻസ് നോക്കുക. न तो मुझे उसकी मजिया ही नजर ആയി, നഹി ഫട്ടി. അവിടെ എനിക്ക് മജിയയും കാണാൻ കഴിഞ്ഞില്ല. മജിയ ബഞ്ചും കാണാൻ കഴിഞ്ഞില്ല. നഹി ഫട്ടി, ആ ലോഹം മെൽറ്റ് ചെയ്യുന്ന ആ അടുപ്പും കാണാൻ കഴിഞ്ഞില്ല. ഫട്ടി ലാഖ് കി ചൂടിയാം ഉണ്ടാകും. ലാഖ് എന്ന ദ്രാവകം മെൽറ്റ് ചെയ്തെടുക്കുന്ന അടുപ്പ്, അതായിരുന്നു ഫട്ടി നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിന് അങ്ങേ ക്ലാസ്സിൽ പറഞ്ഞതാണ് അത്. അപ്പം ഇന്നത്തോ മുച്ചേ ഉസ്കി മജിയാ ഹി നസറായി, ഇന്നഹി ഫട്ടി. അവിടെ ബഞ്ചും കണ്ടില്ല, ആ അടുപ്പും കണ്ടില്ല. അപ്പോഴെന്താണ്? ആജുക്കൽ കാം നഹീം കർത്തേ കാക്ക മൈനെ പൂച്ച. ഞാൻ ചോദിച്ചു. ആജുക്കൽ കാം നഹീം കർത്തേ കാക്ക, ഇന്ന് ജോലിയൊന്നും ചെയ്തില്ലേ കാക്ക? അപ്പം ബഞ്ചും ആ അടുപ്പും ഉണ്ടെങ്കിൽ കാക്ക അവിടുന്ന് ജോലി ചെയ്തതായിട്ട് നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ അത് കാണാഞ്ഞത് കൊണ്ടാണ് ആ കുട്ടി ചോദിച്ചത്, ഇന്നെൻ്റെ ജോലിയൊന്നും ചെയ്തില്ല. നഹില്ലല്ല കാം തോ കൈ സാൽസേ ബന്ദ് ഹേ. ഇല്ലല്ല, കാം തോ ജോലിയാണെങ്കിൽ കൈ സാൽസേ കുറേ വർഷങ്ങളായിട്ട് ബന്ദ് ഹേ നിർത്തിവെച്ചിരിക്കുകയാണ്. മേരി ബനായി ഹുയി ചൂടിയാ കോയി പൂച്ചേ തപ്തോ. ഞാനുണ്ടാക്കുന്ന വളകൾ, മേരി ബനായി ഹുയി ചൂടിയാം, ഞാനുണ്ടാക്കുന്ന വളകൾ കോയി പൂച്ചേ തപ്തോ. ആരാണിപ്പോൾ ചോദിക്കുന്നത്? ഗാവ് മേ കാഞ്ച് ക പ്രചാർ ഹോ ഗയാ ഹേ. ഗാവ് മേ ഗ്രാമങ്ങളിലെല്ലാം കാഞ്ച് ക പ്രചാർ ഹോ ഗയാ ഹേ, കുപ്പിവളകളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. വ കുച്ച് ദേർ ചുപ് രഹ. കുച്ച് ദേർ അദ്ദേഹം കുറച്ച് സമയം ചുപ് രഹ മിണ്ടാതെയിരുന്നു. ഫിർ ബോല പിന്നീട് പറഞ്ഞു, മഷീൻ യുഗ് ഹേ നാ യഹ് മഷീൻ യുഗ് ഹേ. ഇത് ആ മെഷീനുകളുടെ കാലഘട്ടമാണ്, യന്ത്ര കാലഘട്ടമാണ്. ആജ്കൽ സബ് കാം മഷീൻ സേ ഹോത്താ ഹേ. ഇന്ന് എല്ലാ കാര്യങ്ങളും, സബ് കാം എല്ലാ ജോലികളും മഷീൻ സേ ഹോത്താ ഹേ, മെഷീനിലാണ് നടക്കുന്നത്. ഖേത്ത് ഫി മഷീൻ സേ ജോത്തേ ജാത്തേ ഹേ. വയലുകൾ പോലും മെഷീനുകളാണ് ഉഴുതുമറിക്കുന്നത്. ഔർ ഫിർ जो सुंदरता कांच की चूड़ियों में होती है, लाख में कहाँ संभव है. പിന്നെ जो सुंदरता कांच की चूड़ियों में होती है, എന്ത് ഭംഗിയാണ് ആ കുപ്പിവളകൾക്കുള്ളത്. ലാഖ്മേ കഹാ സംഭവ ഹേ, അത്രയും ആ ലാഖിൻ്റെ ചൂടികൾക്ക് ഉണ്ടാവുകയില്ലല്ലോ. എവിടെ നിന്നാണ് ലാഖിൻ്റെ ചൂടികൾക്ക് അത്രയും ഭംഗി കിട്ടുക? ലേക്കിൻ കാഞ്ച് ബഡാ ഖതർനാക് ഹോത്താ ഹേ, ബഡി ജൽദി ടൂട്ട് ജാത്താ ഹേ മേനെ കഹാ. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ലേക്കിൻ എന്നാൽ കാഞ്ച് ബഡാ ഖതർനാക്ക് ഹോത്താ ഹേ, ഈ കുപ്പി എന്ന് പറയുന്നത്, കുപ്പിവളകൾ എന്ന് പറയുന്നത് ഖതർനാക്ക് അല്ലേ കാക്ക? ഖതർനാക്ക് ഡേഞ്ചറസ്, അപകടകാരിയല്ലേ. ബഡി ജൽദി ടൂട്ട് ജാത്താ ഹേ, വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ടൂട്ട്ന പൊട്ടിപ്പോവുക, ജൽദി പെട്ടെന്ന്. മേനെ കഹ ഞാൻ പറഞ്ഞു. നാജുക് തോ ഫിർ ഹോത്താ ഹി ഹേ ലലാ. कहते कहते उसे खांसी आ गई और वह देर तक खांसता रहा. नाजुक तो फिर होता ही है लला. നാജുക് സോഫ്റ്റ് അല്ലേ? അങ്ങനെ പെട്ടെന്ന് പൊട്ടുമെങ്കിലും അത് വളരെ മൃദുവായതല്ലേ, സോഫ്റ്റ് അല്ലേ, ഭംഗിയുള്ളതല്ലേ.
ലല കഹത്തെ കഹത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പറഞ്ഞ് ഉസേ ഖാൻസി ആകി അദ്ദേഹത്തിന് ചുമ വന്നു. ഖാൻസി ചുമ കഫ്. ഓർ വഹ ദേർ തക് ഖാംസ്താ രഹ അദ്ദേഹം വളരെ നേരം വരെ കുറേ നേരത്തേക്ക് ചുമച്ചുകൊണ്ടേയിരുന്നു. ഖാംസ്താ രഹ ചുമച്ചുകൊണ്ടേയിരുന്നു. മുച്ചേ ലഗ ഉസേ ദമാഹെ അദ്ദേഹത്തിന് ചുമ കണ്ടപ്പോൾ മുച്ചേ ലഗ എനിക്ക് തോന്നി ഉസേ ദമാഹെ അദ്ദേഹത്തിന് ക്ഷയമാണ്, TB. അവസ്ഥ കെ സാത്ത് സാത്ത് ഉസ്കാ ശരീർ ഠൽ ചുകാ ഹെ. അവസ്ഥ കെ സാത്ത് സാത്ത് ഈ ചുമയ്ക്കുന്ന ആ അവസ്ഥയിലും ഉസ്കാ ശരീർ അദ്ദേഹത്തിൻ്റെ ശരീരം ഠൽ ചുകാത്ത ക്ഷീണിച്ചു വന്നു. അത് എല്ലും തോലുമായി ആ ശരീരം അങ്ങ് കൂനിക്കൂടി വന്നു. ഉസ്കി ഹാഥോം പർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഔർ മാഥേ പർ നെറ്റിത്തടത്തിൽ മാഥ നെറ്റിത്തടം നസേ ഉഫറായി ഹെ നസ നെർവ്സ് ഞരമ്പുകൾ ഉഫറായി ഹെ എഴുന്നു നിന്നു. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടച്ചു വന്നു അദ്ദേഹത്തിൻ്റെ കൈകളിലും അതുപോലെ തന്നെ നെറ്റിയിലും. അതിന് ചുമയുടെ കാഠിന്യമാണ് അവിടെ കാണിക്കുന്നത്. ചുമച്ച് അദ്ദേഹം ക്ഷീണിച്ച് അവശനായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകളിലെയും അതുപോലെ തന്നെ നെറ്റിയിലെയും ഞരമ്പുകളെല്ലാം എഴുന്നു നിന്നു. ജാനെ കൈസെ ഉസ്നെ മേരി ശങ്ക ഫാപ്ലി ഔർ ബോല. ജാനെ കൈസെ എങ്ങനെയെന്നറിയില്ല, ഉസ്നെ മേരി ശങ്ക ഫാപ്ലി അദ്ദേഹത്തിന് എൻ്റെ സംശയം പിടികിട്ടി. ഫാപ്ലി പിടിച്ചെടുക്കുക, ക്യാപ്ചേർഡ്. അദ്ദേഹത്തിന് എൻ്റെ ശങ്ക, എൻ്റെ ഒരു സംശയം. എന്തായിരുന്നു ആ സംശയം? ഇദ്ദേഹത്തിന് ദമായാണോ ക്ഷയമാണോ? അത് ആ കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ലേഖകൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അദ്ദേഹത്തിന് പിടികിട്ടി. ഓ ബോല അദ്ദേഹം പറഞ്ഞു, ദമാ നഹി ഹേ മുച്ചേ. ലേഖകൻ മനസ്സിലാണ് പറഞ്ഞത്, പക്ഷേ നമ്മുടെ ബദലു കാക്ക അത് പറഞ്ഞു, എനിക്ക് ക്ഷയമൊന്നുമില്ലല്ല. ദമാ നഹി മുച്ചേ ഫസലി ഖാംസി ഹേ. ഫസലി ഖാംസി ആ കാലാവസ്ഥയുടേതാണ് ഈ ചുമ. ചില കാലഘട്ടങ്ങളിൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത്, കാലാവസ്ഥയുടേതാണ്. യഹി മഹീനെ ദോ മഹീനെ സെ ആരഹി ഹെ. ഇതെന്ന് പറയുന്നത് ഒരു മാസത്തിൽ 2 മാസത്തിലൊക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അദ്ദേഹത്തിനിങ്ങനെ ചുമ വന്നുകൊണ്ടിരിക്കും. 10-15 दिन में ठीक हो जाएगी. ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ശരിയാകും. അത് കുഴപ്പമൊന്നുമില്ല, ക്ഷയമൊന്നുമല്ല, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്നതാണ്. അതൊരു കുറച്ച് ദിവസം ഇങ്ങനെ ചുമച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. മീൻ ചുപ്രഹ ഞാൻ മിണ്ടിയില്ല. മുച്ചേ ലഗ ഉസ്കെ അന്തർ കോയി ബഹുത് ബഡിയെ വ്യഥ ചിപ്പി ഹെ. മുച്ചേ ലഗ എനിക്ക് തോന്നി, ഉസ്കെ അന്തർ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോയി ബഹുത് ബഡിയ വ്യഥ ചിപ്പി ഹെ ഏതോ വലിയ വ്യഥ വിഷമം ചിപ്പി ഹെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ, ലേഖകന് തോന്നിയതാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മീൻ ദേർ തക്ക് സോച്ചിത്താ രഹാക്കി ഞാൻ കുറേ നേരം വരെ സോച്ചിത്താ രഹാക്കി ചിന്തിച്ചിരുന്നു. കി എന്തെന്നാൽ ഇസ് മഷീൻ യുഗിനെ കിത്തനെ ഹാത്ത് കാട്ടിയേ ഹേ. ഈ യന്ത്രവൽകൃത യുഗം കാലഘട്ടം എത്ര പേരുടെ കൈകളാണ് വെട്ടിയിരിക്കുന്നത്. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. കുറച്ചു നേരം വീണ്ടും സൈലൻസ് ആയി. രണ്ടുപേരും തമ്മിൽ ഒന്നും സംസാരിക്കും, രണ്ടുപേരും ശാന്തരായിരുന്നു. ജോ മുച്ചേ അച്ചി നഹീലകി. എനിക്കതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിന്തിക്കുകയാണ്, ഈ യന്ത്രവൽക്കരണ യുഗം ഈ കാലഘട്ടം വന്നതുകൊണ്ട് എത്ര പേരുടെ കൈകളാണ് വെട്ടിയിരിക്കുന്നത്. എന്താണ് ഈ കൈകൾ വെട്ടിയിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്ന, അതായത് കുലത്തൊഴിലുകൾ പലതും കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്തത്, മെഷീൻ്റെ സഹായം ഇല്ലാതെ. അപ്പം മെഷീനുകൾ വന്നപ്പോൾ ഈ കൈത്തൊഴിലുകാരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ ലേഖകൻ ഇവിടെ കൈകൾ വെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. ആളുകളുടെ കൈത്തൊഴിലുകൾ നഷ്ടപ്പെട്ടു, അതാണ്. കുച്ച് ദേർ ഫിർ ശാന്തി രഹീജോ മുച്ചേ അച്ചി നഹി രഹി. വീണ്ടും അവിടെ സൈലൻ്റായി, രണ്ടുപേർക്കൊന്നും പറയാനില്ല. അത് ലേഖകൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പണ്ട് വരുമ്പോൾ ചെറുപ്രാ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് രണ്ടുപേരും കൂടെ. എന്തെല്ലാം കാര്യങ്ങളാണ്, വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, നഗരത്തിലെ കാര്യങ്ങൾ എല്ലാം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കിടയിലൊരു നിശബ്ദത, അത് ലേഖകൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.
आम की फसल अब कैसी है काका? कुछ देर पश्चात मैंने बात का विषय बदलते हुए पूछा. കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആ സംഭവം, ആ സൈലൻറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ആം കി ഫസൽ അബ് കൈസി ഹേ, മാങ്ങയുടെ വിളവൊക്കെ എങ്ങനെയുണ്ട് കാക്ക? മാങ്ങയൊക്കെ ഇപ്പോൾ ധാരാളം ഉണ്ടോ? ഇത് മാമ്പഴ സീസൺ ആണല്ലോ, മാങ്ങയൊക്കെ ധാരാളം പിടിച്ചോ? കുച്ച് ദേർ പശ്ചാത് മൈനെ ബാത്ത് കാ വിഷയ് ബദൽത്തെ ഹുയെ കഹ, ഞാൻ ഈ വിഷയങ്ങളൊക്കെ മാറ്റാനായിട്ടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അച്ചി ഹേ ലല, ബഹുത്ത് അച്ചി ഹേ, ആ നല്ലതായിരുന്നു, ധാരാളം മാങ്ങകളൊക്കെ കിട്ടി, ബഹുത്ത് അച്ചി ഹേ, വളരെ നല്ല വിളവായിരുന്നു. ഉസ്നെ ലഹക്ക് കർ ഉത്തർ ദിയ, ലഹക്ക് കർ ഖുശ് ഹോക്കർ, സന്തോഷമായിട്ട്, ലഹക്ക് കർ മീൻസ് സന്തോഷമായിട്ട്, വെരി ഹാപ്പി. ഉത്തർ ദിയ, എനിക്ക് ഉത്തരം നൽകി. അവർ അന്തർ അപ്പനെ ബേട്ടിക്കോ ആവാസ്തി, എന്നിട്ട് അകത്തേക്ക് തിരിഞ്ഞിട്ട് തൻ്റെ മകളെ വിളിച്ചു. ആവാസ്തി എന്താണ്? സൗണ്ട് എടുത്ത് വിളിച്ചു, ഉറക്കെ വിളിച്ചു. അരേ അരി രജ്യോ ലല കെലിയെ ആം തോ ലയ, അല്ല രജ്യോ, അരേ രജ്യോ, അല്ലയോ മോളെ രജ്യോ, ലല കെലിയെ, ഈ ലലയ്ക്ക് വേണ്ടിയിട്ട്, ആം തോ ലേലോ, മാങ്ങകൾ കൊണ്ടുവരൂ. ഫിർ മേരി ഓർ മുഖാതിബ് ഹോക്കർ ബോല, മുഖാതിബ് സംബോധന ചെയ്ത് എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നോടായിട്ട് പറഞ്ഞു, അതാണ് മുഖാതിബ് ഹോക്കർ. മാഫ് കർണാലല്ല, അയ്യോ ക്ഷമിക്കണേ മോനെ. തുമേ ആം കിലാന ഫൂൾ ഗയാത്ത, ഞാൻ നിനക്ക് മാങ്ങ തരാനായിട്ട് മറന്നുപോയി. കുഞ്ഞുനാളിൽ വരുമ്പോൾ എന്നും മാങ്ങകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, അദ്ദേഹം സന്തോഷത്തോടൊക്കെ കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ മാങ്ങ കൊടുക്കുന്ന കാര്യം മറന്നുപോയി, അതിനാണ് അവിടെ മാപ്പ് അപേക്ഷിച്ചത്. മാഫ് കർണാലല്ല മുझे ആം ഖിലാന ഫൂൾ ഗയാത്ത. നഹി നഹി കാക്ക, ഇല്ല ഇല്ല കാക്ക, ആം തോ ഈ സാൽ ബഹുത് ഖായേ ഹേ, ഞാൻ മാങ്ങ ഇപ്രാവശ്യം, ഈ വർഷം, ഈ സാൽ ബഹുത് ഖായേ ഹേ, ധാരാളം കഴിച്ചു, എനിക്കിപ്പം മാങ്ങ വേണമെന്നൊന്നും ഇല്ല. വാഹ് വാഹ് ബിന ആം ഖിലായേ കൈസെ ജാനാ ദൂങ്കാ തുംകോ, അങ്ങനെ പറയരുത്, വാഹ് വാഹ്. അപ്പോൾ എന്താണ്? സന്തോഷത്തിൻ്റെതായ ഒരു സൗണ്ടാണ്. ബിന ആം ഖിലായേ, എന്താണ്? മാങ്ങ കഴിപ്പിക്കാതെ. കൈസെ ജാനാ ദൂങ്കാ തുംകോ, താങ്കളെ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടും? मैं चुप हो गया, ഞാൻ മിണ്ടിയില്ല. मुझे वे दिन याद हो आए जब वह मेरे लिए मलाई बचा कर रखता था. അപ്പോൾ എനിക്ക് അപ്പോൾ വീണ്ടും ഓർമ്മ വന്നു, എന്താണ്? ജബ് വഹ് മേരേ ലിയേ, എപ്പോഴാണോ എനിക്ക് അദ്ദേഹം മലായി ബച്ചാക്കർ രഖത്താഥ, ആ മലായി ഉണ്ടാക്കി വെച്ചിരുന്ന, പാൽക്കട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്, അന്ന് മാങ്ങയും പാൽക്കട്ടിയും എല്ലാം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതും നമ്മുടെ ലേഖകൻ ആ സമയത്ത് ഓർമ്മ വന്നു. ഗായ് തോ അച്ചി ഹേന കാക്ക മേനെ പൂച്ച, ആ മലായിയുടെ കാര്യം ഓർത്തപ്പോഴാണ് ലേഖകൻ ചോദിക്കുന്നത്, പശുക്കൾക്കൊക്കെ സുഖമാണോ കാക്ക? മേനെ പൂച്ച, ഞാൻ ചോദിച്ചു. ഗായ് കഹാം ഹേലല, അതിന് പശുക്കൾ എവിടെ മോനെ? 2 സാൽ ഹുയേ ബേച്ചതി, 2 വർഷമായിട്ട്, ബേച്ചതി വിറ്റു കഴിഞ്ഞു. കഹാം സെ ഖിലാത്ത, എവിടെ നിന്ന് തീറ്റിക്കാനാണ്? എങ്ങനെയാണ് ഈ പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത്? ഇത്തനെ മേ രജ്യോ ഉസ്കി ബേട്ടി, അത്രയും സമയമായപ്പോഴത്തേന് നമ്മുടെ രജ്യോ, ആരാണ് രജ്യോ? അദ്ദേഹത്തിൻ്റെ മകള്. അന്തർ സേ ഏക്ക് ഡെലിയാമേ ഠേർ സേ ആം ലേ ആയി, അകത്ത് നിന്നും ഒരു കൂടയിൽ നിറയെ ആം കൊണ്ടുവന്നു, മാങ്ങ കൊണ്ടുവന്നു. യുക്തോ ബഹുത് ഹേ കാക്ക, അയ്യോ ഇത് വളരെ കൂടുതലുണ്ട് കാക്ക. ഇത്തിനി കഹാം ഖാ പാവുങ്ക, ഇതെല്ലാം കൂടെ ഞാൻ എപ്പോൾ കഴിച്ചു തീർക്കും? മൈനെ കഹ, ഞാൻ പറഞ്ഞു. വാഹ് 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 വോഹ് ഹസ് പഠ, അദ്ദേഹം വീണ്ടും ആ സന്തോഷത്തിൻ്റെ സ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് ചിരിച്ചു. ശഹരി ടഹരേന, പട്ടണത്തിലല്ലേ താമസിക്കുന്നത്? മീൻ തുമാരി ഉമർക്കാത്ത തോ ഇസ്കെ ചൗഗുനയാം ഏക് ബഖത് മീൻ ഖാ ജാത്താ ഥ, ഞാൻ നിങ്ങളുടെ പ്രായമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായിരുന്നപ്പോൾ, ഉസ്കെ ചൗഗുന, ഇതിൻ്റെ 4 ഇരട്ടി, ആം ഏക് ബഖത് മേ, ഒരൊറ്റ ഇരിപ്പിന്, ഒറ്റ പ്രാവശ്യമായിട്ട്, ഏക് ബഖത്ത് ഒറ്റ പ്രാവശ്യമായിട്ട്, ഖാജാത്താത്ത തിന്നുമായിരുന്നു. ഇതൊക്കെ എന്ത്? ഞാൻ നിങ്ങളുടെ പ്രായമായിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ 4 ഇരട്ടി മാങ്ങ കഴിക്കുമായിരുന്നു. ആപ് ലോഗോം കി ബാത് ഔർ ഹേ, മൈനെ ഉത്തർ ദിയ,
ഓ, നിങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വേറൊരു കാലഘട്ടമാണല്ലോ, ഞങ്ങളെപ്പോലെ അല്ലല്ലോ നിങ്ങൾ. ഞാൻ ഉത്തരം നൽകി. അച്ഛ, അതെ. ബേട്ടി ലലാക്കോ 4-5 ചാണ്ട് കർ ദോ. മോളെ, ആ ലലായ്ക്ക് ഒരു 4-5 മാങ്ങ എടുത്തു കൊടുക്കൂ. സിന്ദൂരി വാലേ തേന, സിന്ദൂരി വാല കൊടുക്കണം. ചുവന്ന നിറത്തിലുള്ള മാങ്ങ വേണം കൊടുക്കാൻ. ദേഖോ ലാല കൈസേ ഹേ, നോക്കൂ ലല, എങ്ങനെയുണ്ട് ഈ മാങ്ങകൾ. ഇസി സാൽ യഹ പേട് തയ്യാർ ഹുവാ ഹേ. ഈ മാങ്ങ കണ്ടോ, ഇത് കൊള്ളാവോ, ഇത് സിന്ദൂരി മാങ്ങയാണ്. ഈ വർഷമാണ്, ഇസി സാൽ, ഈ വർഷമാണ് യഹ പേട് തയ്യാർ ഹുയേ ഹേ, ഈ വൃക്ഷം തയ്യാറായത് എന്ന് വെച്ചാൽ ഈ വർഷമാണ് ഈ മാവ് കായ്ച്ചു തുടങ്ങിയത്. അതിൻ്റെ മാങ്ങയാണ് താങ്കൾക്ക് തിന്നാനായിട്ട് കഴിക്കാനായിട്ട് തരുന്നത്. രജ്ജോ ने 4-5 आम अंगुली में लेकर मेरी ओर बैठा दिए. നമ്മുടെ രജ്ജു ഒരു 4-5 മാങ്ങകളെടുത്ത് കൈക്കുമ്പിളിൽ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ആം ലേനെ കെ ലിയെ മൈനെ ഹാത്ത് ബെഠായ. മാങ്ങ വാങ്ങാനായിട്ട് ഞാൻ കൈകൾ നീട്ടിയപ്പോൾ മേരി നിഗാഹ് ഏക് ക്ഷൺ കെ ലിയെ ഉസ്കെ ഹാത്തോം പർ ഠിഠക് ഗയി. എൻ്റെ നോട്ടം, നിഗാഹ് നോട്ടം, ദൃഷ്ടി, ഏക് ക്ഷണിക്കയിലെ എൻ്റെ നോട്ടം ഒരു നിമിഷത്തേക്ക് ഉസ്കെ ഹാത്തോംബർ ഠിഠക് ഗയി, അവളുടെ കൈകളിൽ തങ്ങി നിന്നു, കൈകളിലേക്ക് പതിച്ചു. ഠിഠക് ഗയി എന്ന് വെച്ചാൽ തങ്ങി നിൽക്കുകയാണ്. ഗോരി ഗോരി കലായിയും പർ ലാഖ് കി ചൂടിയാം. വെളുവെളുത്ത കൈകളിൽ ആ ലാഖിൻ്റെ വളകൾ ബഹുത്തുഹി ഫബ് രഹി ഥി, വളരെ മനോഹരമായിട്ട് ഭംഗി കൂട്ടുന്നു. ഫബ് രഹി ഥി എന്ന് വെച്ചാൽ എന്താണ്? ഭംഗിയായി കിടക്കുന്നു, ഭംഗി കൂട്ടുക എന്നർത്ഥം. ഫബ് രഹി ഥി, ആ വെളുത്ത കൈകളിൽ ആ ലാഖിൻ്റെ വളകൾ വളരെയധികം ഭംഗിയായിട്ട് ചേർച്ചയോടെ കിടക്കുന്നു. ബദലുവിനെ മേരി ദൃഷ്ടി ദേഖിലി. ബദലു എൻ്റെ നോട്ടം കണ്ടു. ഓർ ബോല, കണ്ടിട്ട് പറഞ്ഞു. ഓർ ബോൽ പട, എന്താണ്, എന്നിട്ട് പറഞ്ഞു. യഹി ആഖിരി ജോഡ ബനായ ഥാ. ഇതാണ് ഞാനുണ്ടാക്കിയ ആഖിരി ജോഡ, അവസാന വളകൾ. ജോഡ മീൻസ് പെയർ, അവസാന ജോഡി വളകളാണ് ഇപ്പോൾ മോളിട്ടിരിക്കുന്ന ഈ വളകൾ. ജമീന്ദാർ സാഹബ് കി ബേട്ടിക്ക് വിവാഹ പർ. ഞാനത് ജമീന്ദാറിൻ്റെ, അവിടുത്തെ ജമീന്ദാർ സാഹബിൻ്റെ മകളുടെ കല്യാണത്തിന് ഉണ്ടാക്കിയതാണ്. 10 ആനെ പൈസേ മുച്ചുക്കോ ദേ രഹേ ഥി. ഒരു 10 പൈസയും എനിക്ക് തന്നിരുന്നു. മൈനെ ജോഡ നഹീ ദിയ. പക്ഷേ ഞാൻ വളകൾ കൊടുത്തില്ല. കഹ ഷഹർ സെ ലേ ആവോ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇവിടെ വളയില്ല, ഞാൻ ഉണ്ടാക്കി, പക്ഷേ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, പട്ടണത്തിലേക്ക് പോകൂ, അവിടെ നിങ്ങൾക്കിഷ്ടമുള്ള ധാരാളം വളകളുണ്ട്, ഇവിടെ വളകൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല. मैंने आम ले लिए और खाकर थोड़ी देर पश्चात चला गया. ഞാൻ മാങ്ങകളും എടുത്തുകൊണ്ട് ധോടി തേർ പശ്ചാത്ത്, കുറച്ച് സമയത്തിന് ശേഷം ചല ആയ, പോയി. മുझे പ്രസന്നത ഹുയി, എനിക്ക് സന്തോഷമായി. कि എന്തെന്നാൽ ബദലുവിനെ ഹാർ കർ ഫി ഹാർ നഹി മാനിയ थी. ബദലു തോറ്റു പോയിട്ട് പോലും തോൽവി സമ്മതിക്കുന്നില്ല. അറിയാം, അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ലാഖിൻ്റെ വളകൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അതിനാവശ്യക്കാരില്ലാത്തതുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ആ തോൽവി സമ്മതിച്ചില്ല. പിന്നെയോ ഉസ്കാ വ്യക്തിത്വ കാഞ്ചിക്ക് ചൂടിയാം ജൈസ എന്നത. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കാഞ്ചിൻ്റെ വളകൾ പോലെയല്ല, കുപ്പിവളകൾ പോലെയല്ല. പിന്നെയോ കി ആസാനി സേ ടൂട്ടുകയെ. അങ്ങനെ ആയിരുന്നു എങ്കിൽ, കുപ്പിവളകൾ പോലെ ആയിരുന്നുവെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോയനെ. പക്ഷേ അങ്ങനെ പൊട്ടുന്ന ഒരു വ്യക്തിത്വമല്ല നമ്മുടെ ബദലു കാക്കയ്ക്ക് ഉള്ളതെന്ന് നമ്മുടെ ലേഖകന് തോന്നി. അദ്ദേഹം തൻ്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറാകാതെ അപ്പോഴും വളരെയധികം മനസ്സുറപ്പോടുകൂടി മുന്നോട്ട് ജീവിക്കുന്നയാളാണ്. അതിൽ നമ്മുടെ ലേഖകന് വളരെയധികം സന്തോഷമാണ് അദ്ദേഹത്തെ കണ്ടിട്ട് തിരിഞ്ഞു പോകാൻ നേരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത്. ഇതാണ് നമ്മുടെ കാംനാഥിൻ്റെ ഈ ഒരു ലേഖനമെന്ന് പറയുന്നത്. ഇത് ഇവിടെ അവസാനിക്കുകയാണ്. 3 ഭാഗങ്ങളിലായിട്ടാണ് ഞാനിതിവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഭാഗത്തിൽ ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. അതുവരേക്കും
എല്ലാവർക്കും നന്ദി, നമസ്കാരം.